നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ജമ്മു കാശ്മീരിലെയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഭീകരവിരുദ്ധ ദൗത്യങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾക്ക് നിർണായക പരിഹാര മാർഗമൊരുങ്ങുന്നു. കൊടും കാടുകൾക്കുള്ളിലും മരങ്ങൾക്കിടയിലും ഒളിച്ചിരിക്കുന്ന ഭീകരരെ കൃത്യമായി കണ്ടെത്താൻ ശേഷിയുള്ള ഡ്രോൺ റഡാറുകൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുകയാണ്. ജമ്മു കാശ്മീരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിൽ വനമേഖലകൾ സുരക്ഷാ സേനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കം. മരങ്ങളുടെയും ഇലകളുടെയും മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരരുടെ നീക്കങ്ങൾ കണ്ടെത്തി തത്സമയം സൈനികർക്ക് കൈമാറാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് വികസിപ്പിക്കുന്നത്. മേക്ക് 2 പദ്ധതിക്ക് കീഴിലാണ് ഈ സംവിധാനം വികസിപ്പിക്കുന്നത്. ഇന്ത്യൻ കമ്പനികൾക്ക് സ്വന്തം ചെലവിൽ റഡാർ വികസിപ്പിക്കുകയും വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയാൽ സൈന്യം അത് വാങ്ങുകയും ചെയ്യുന്ന രീതിയാണ് പദ്ധതിയുടെ പ്രത്യേകത. 20 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ചെറിയ ഡ്രോണുകളിൽ ഘടിപ്പിക്കാനാകുന്ന ഭാരം കുറഞ്ഞ റഡാറുകളാണ് സൈന്യം ലക്ഷ്യമിടുന്നത്. 5 മുതൽ 10 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ 1 മുതൽ 2 മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകളായിരിക്കും ഇതിനായി ഉപയോഗിക്കുക. കാടുകളിലെ ഭീകരരുടെ നീക്കങ്ങൾ കണ്ടെത്തി ആ വിവരങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങളിലൂടെ തത്സമയം ഗ്രൗണ്ടിലുള്ള സൈനികർക്ക് കൈമാറാൻ ഈ സംവിധാനത്തിന് സാധിക്കും. അടുത്തിടെ നടന്ന ഭീകരവിരുദ്ധ ദൗത്യങ്ങളാണ് ഇത്തരം ഒരു സാങ്കേതിക വിദ്യയുടെ ആവശ്യകത സൈന്യത്തിന് ബോധ്യപ്പെടുത്തിയത്. ജമ്മു കാശ്മീരിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും സാന്ദ്രമായ വനപ്രദേശങ്ങൾ ഭീകര സംഘങ്ങൾക്ക് സ്വാഭാവിക മറവൊരുക്കുന്നതിനാൽ സാധാരണ ക്യാമറകളോ തെർമൽ സെൻസറുകളോ ഉപയോഗിച്ചുള്ള നിരീക്ഷണം പലപ്പോഴും ഫലപ്രദമാകുന്നില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ദാച്ചിഗാം വനമേഖലയിൽ നടത്തിയ ദീർഘകാല തെരച്ചിൽ പ്രവർത്തനങ്ങളും ഈ പരിമിതികൾ വ്യക്തമാക്കിയിരുന്നു. ഉപഗ്രഹ നിരീക്ഷണത്തിനും ചില പരിമിതികൾ ഉണ്ടെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ. ഉപഗ്രഹങ്ങളിൽ നിന്ന് തത്സമയ വിവരങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യമാകില്ല. ഉപഗ്രഹങ്ങൾ നൽകുന്ന ദൃശ്യങ്ങൾക്ക് തുടർച്ചയായ തത്സമയ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നതിനാലും സാങ്കേതികമായ ചില പരിമിതികൾ ഉള്ളതിനാലും ഉപഗ്രഹ നിരീക്ഷണം പര്യാപ്തമായ ഒരു കാര്യമല്ല. ഉപഗ്രഹ വിവരങ്ങൾ ലഭ്യമാകാത്തതോ വൈകുന്നതോ ആയ മേഖലകളിൽ തുടർച്ചയായതും അടുത്തുള്ളതുമായ നിരീക്ഷണം സാധ്യമാക്കി ഈ കുറവുകൾ നികത്താൻ ഡ്രോണുകളിൽ ഘടിപ്പിച്ച റഡാറുകൾ സഹായിക്കും. ഈ സംവിധാനം സുരക്ഷിതമായ ആശയവിനിമയ മാർഗങ്ങളിലൂടെ തത്സമയ വിവരങ്ങൾ സൈനികർക്ക് നേരിട്ട് അയച്ചു നൽകുന്നതിനാൽ തന്നെ ഉടനടി തന്നെ തീരുമാനങ്ങൾ എടുക്കാനും സൈന്യത്തെ ഇത് സഹായിക്കുന്നു. ഈ സാഹചര്യത്തിൽ വനമേഖലകളിൽ തുടർച്ചയായി പറന്ന് വിവരശേഖരണം നടത്താനും ഉടൻ തന്നെ സൈനികർക്ക് കൈമാറാനും ഡ്രോൺ റഡാറുകൾക്ക് കഴിയും. GPS, റഷ്യയുടെ ഗ്ലോനാസ്, ഇന്ത്യയുടെ നാവിക് ഉൾപ്പെടെയുള്ള ഒന്നിലധികം സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ചായിരിക്കും ഇവ പ്രവർത്തിക്കുക. തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് പ്രോത്സാഹനം നൽകിയെന്ന ലക്ഷ്യവും ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുടെ ഭാഗമായി ഇതിലെ ഭാഗങ്ങളിൽ കുറഞ്ഞത് 60% ഘടകങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണമെന്നാണ് സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി നിരവധി ഇന്ത്യൻ കമ്പനികൾ ഇതിനകം തന്നെ ഗവേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചില സ്ഥാപനങ്ങൾ വിദേശ സാങ്കേതിക പങ്കാളികളുമായും സഹകരിക്കുന്നുണ്ട്. മേക്ക് 2 പദ്ധതിയുടെ ഭാഗമായി ഗവേഷണ വികസന ചെലവുകൾ കമ്പനികൾ തന്നെ വഹിക്കുന്നതിനാൽ പ്രോട്ടോടൈപ്പ് ഘട്ടത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയുകയും സ്വകാര്യ മേഖലയിലെ പ്രതിരോധ ഗവേഷണത്തിന് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും. പദ്ധതി വിജയകരമായാൽ ദുർഘട വനപ്രദേശങ്ങളിലെ നിരീക്ഷണത്തിലും വിവരശേഖരണത്തിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി ഗണ്യമായി വർദ്ധിക്കും. സാധാരണ ഡ്രോൺ ക്യാമറകളിൽ നിന്നും ഹീറ്റ് സെൻസറുകളിൽ നിന്നും വ്യത്യസ്തമായി മരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കും ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരുടെ നീക്കങ്ങൾ വരെ കണ്ടെത്താൻ കഴിയുന്ന ഈ റഡാർ സംവിധാനം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സൈന്യത്തിന് നിർണായകമായ സാങ്കേതിക മേൽക്കൈ നൽകുമെന്നാണ് വിലയിരുത്തൽ. ഈ പദ്ധതി വിജയകരമാകുന്നതോടെ കാടുകൾ മറയാക്കി ഭീകരർ നടത്തുന്ന ഒളിയാക്രമണങ്ങൾ തടയാനും ഭീകരവിരുദ്ധ നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കും.